ഹായ് എവ്രി വൺ, അസ്സാം വലൈക്കും, നമസ്കാരം. എന്തുണ്ട്, എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? അപ്പോൾ ഇതാ പെരുന്നാൾ നാളെയെന്ന് അറിഞ്ഞിട്ട് തലേ ദിവസം കസിൻ സിസ്റ്റർ വന്നിട്ട് മൈലാഞ്ചി ഇടുന്ന പരിപാടിയാണിത്. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അനിയത്തി വന്നിട്ട് മൈലാഞ്ചി എല്ലാം ഇട്ട് കൊടുത്ത്, പിന്നെ രാത്രി ആകുമ്പം അനിയത്തിൻ്റെ ഹസ്ബൻഡ് ആഷിക്ക് വന്നിട്ട് കുറച്ച് കമ്പിത്തിരിയും അങ്ങനെയുള്ള സംഭവമെല്ലാം കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പിള്ളേരെല്ലാം കളിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിനൊന്നും പ്രോത്സാഹിപ്പിക്കുന്നതല്ല, ഞാൻ വാങ്ങിച്ചു കൊടുക്കലുമില്ല. പിന്നെ വന്നപ്പം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യാനും പൊട്ടിക്കാനും കളിക്കാനെല്ലാം. മുമ്പെല്ലാം നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഭയങ്കര ധൈര്യമാണ്. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും വാങ്ങിച്ച ഉമ്മ എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ വാങ്ങിച്ചു കൊടുക്കലൊന്നുമില്ല കേട്ടോ. ഇത് പിന്നെ നമുക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇങ്ങനെ കളിച്ച് പിള്ളേരെ നല്ലോണം എൻജോയ് ആക്കി. അപ്പം പിന്നെയും എൻ്റെ അടുത്ത് ഇത് തീർന്നിട്ട് അമ്മ പോയിട്ട് വാങ്ങാമെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇല്ലത് മതി. പിന്നെ പേടിയാണ്, ചെറിയ മക്കളല്ലേ, പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോന്ന് നമ്മൾ പറഞ്ഞാൽ ഇവരനുസരിക്കുന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരും പെരുന്നാളിൻ്റെ രാത്രി ഇങ്ങനെ എൻജോയ് ആക്കുന്നുള്ളത്. ഞാനാണെങ്കിൽ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ പുറത്തൊന്നും അങ്ങനെ പകലൊന്നും ഇറങ്ങാൻ പറ്റലില്ല, നോമ്പും തന്നെ അല്ലേ. പിന്നെ കളമൊന്നും അങ്ങനെ കാര്യമായിട്ട് വൃത്തിയാക്കലൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കച്ചറയിലുണ്ടെങ്കിൽ ഒന്ന് അടിച്ചിട്ട് എടുക്കും. പിന്നെ ചെടികളെ ഇലയെല്ലാം ഉണങ്ങിയതെല്ലാം അവിടെ തന്നെ വീണിട്ടുണ്ടായിന്, ഇല്ലെങ്കിൽ ഞാൻ ഒന്നരാടം ക്ലീൻ ആക്കലുണ്ടായിന്. അപ്പോൾ നാളെ പെരുന്നാന്ന് പെട്ടെന്ന് അറിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ വേഗം രാത്രി തന്നെ നോമ്പെല്ലാം മുറിച്ചതിന് ശേഷം കളം എല്ലാം ക്ലീൻ ആക്കുന്നുണ്ടായിന്. അതിൻ്റെ ഇടയിലാണ് ഈ പരിപാടിയെല്ലാം കൊണ്ടുവന്നത്. അങ്ങനെ പിള്ളേരെല്ലാം കുറേ സമയം ഇതെല്ലാം കൊണ്ട് കളിച്ച്. അങ്ങനെ ഇതാ പെരുന്നാൾ ആയി. രാവിലെ മക്കൾക്കെല്ലാം ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്ത്. സാധാരണ ഇതെൻ്റെ അളയമ്മാൻ്റെ വീടാണ്. കഴിഞ്ഞ നോമ്പ് തുറൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം അളയമ്മാൻ്റെ പുരയിൽനിന്നല്ല നമ്മൾ ഈ പ്രാവശ്യം ഫുഡ് കഴിക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാ പെരുന്നാൾക്കും നമ്മൾ ഇവിടെ വന്നേ പിന്നെ ശേഷമുള്ള പെരുന്നാളിലെല്ലാം നമ്മൾ ഇടുന്ന ഫുഡ് കഴിക്കലും എല്ലാം ഉണ്ടായത്. ഇപ്പം തലേന്നേ ഉമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിന് പെരുന്നാൾ ആടെ കൂടാന്ന് തേക്കടപ്പുറം പുരയിൽ ഞാൻ ഉണ്ടായ ഉമ്മാൻ്റെ വീട്ടിൽ കൂടാന്ന്. അങ്ങനെ ഇതാ വന്നിട്ടാകുമ്പോൾ മക്കളെല്ലാം ഇട്ടിട്ട് പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് കളിക്കലും പാട്ട് വെച്ച് കളിക്കലും എല്ലാവരും നല്ല ചെത്തിലൊരുങ്ങിയിട്ടുണ്ട്, മാഷാ അല്ലാ. അപ്പം ഇത് എൻ്റെ മക്കളാണ്, 3 മക്കളും പിന്നെ അനിയത്തിൻ്റെ മോളും പിന്നെ ഇച്ചാമാരെ കസിൻസിൻ്റെ കുട്ടികളും എല്ലാമാണ് ഈ പിക്സിലെല്ലാം ഉള്ളത്. പിന്നെ ഞാൻ കാര്യമായിട്ട് വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല, പെട്ടെന്ന് ഓർമ്മ വരും. പിന്നെ പിള്ളേർ ഫോട്ടോ എല്ലാം എടുപ്പിക്കുന്ന തിരക്കും കാര്യങ്ങളെല്ലാം ആയിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയിൽ പെരുന്നാളല്ലേ. അപ്പോൾ ഇവർക്ക് ഡ്രസ്സെല്ലാം എടുക്കുമ്പം ഏകദേശം നമ്മൾ ഒരുപോലത്തെ കളറെല്ലാം കോഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഇപ്പം ഞാനും മക്കളും ഉപ്പാലെല്ലാം എത്തിയിട്ട് പോകുന്നില്ലത് എൻ്റെ പുരയിലേക്കാണ്, തേക്കടപ്പുറം എൻ്റെ ഉമ്മാൻ്റെ പുരയിലേക്ക്. ഇവിടെയാണ് ഞാൻ വളർന്നതും കല്യാണം കഴിഞ്ഞിട്ട് പോയതെല്ലാം ഇവിടെയാണ്. ഇപ്പം കുറച്ച് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഉപ്പാൻ്റെ കൂടെ താമസം തുടങ്ങിയിട്ട്. അപ്പോൾ മുമ്പേ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും, ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കാണുന്നതെല്ലാം എൻ്റെ ഇക്കാക്കമാരും മക്കളും അളയമ്മാൻ്റെ മക്കളും പിന്നെ അനിയത്തിയും എല്ലാമാണ്. പിന്നെ ഇതെൻ്റെ അനിയത്തി. നമ്മൾ പോയതിന് ശേഷം അനിയത്തി രാവിലെ പുരയിൽനിന്ന് പോയിട്ടുണ്ടായിന്. നമ്മൾ വന്നതിന് ശേഷം അനിയത്തി കുഞ്ഞിനെയും കൊണ്ട്, അതായത് ലാസ്റ്റത്തെ ബേബിനെയും കൊണ്ട് പുരയിലേക്ക് ആദ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഉമ്മ കുഞ്ഞിനെ വാങ്ങിച്ച്. അപ്പോൾ ഫുഡെല്ലാം ഈടെയാന്ന് തറവാട്ടിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അതായത് അളയമ്മാൻ്റെ വീട്ടുകാരും നമ്മളും എല്ലാവർക്കും എത്തിയിട്ടുള്ള ഫുഡ് തറവാട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വരാൻ ലേറ്റായിപ്പോയി. ഫുഡ് കഴിക്കുന്ന വീഡിയോ, ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന വീഡിയോവും എല്ലാം കാണിക്കണം എന്നെല്ലാം ഉണ്ടായിന്. നല്ല ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ബീഫ് കറിയും എല്ലാം ഉണ്ടായിന്. പിന്നെ അതൊന്ന് കാണിച്ചിട്ട് ഞാൻ എത്തിയപ്പോൾ തന്നെ ഒരു 2 മണിയായി. അപ്പം എല്ലായിടത്തും പെരുന്നാളില്ല ഒരു തിരക്കും കാര്യങ്ങളും, പിന്നെ ഫുഡ് കഴിക്കുന്നതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ല സാഹചര്യം എല്ലാം ഉണ്ടായിന്. അപ്പോൾ നമ്മൾ അബ്ദുള്ള ബേബിക്ക്, അബ്ദുള്ള എന്നാണ് കേട്ടോ കുഞ്ഞിക്ക് പേരിട്ട്. നമ്മൾ അബ്ദുള്ള ബേബിൻ്റെ എൻ്റെ കുറച്ച് മുമ്പത്തെ വ്ളോഗ് കണ്ടാക്ക് അറിയായിരിക്കും. ഞാൻ ഡെലിവറിൻ്റെ ഹോസ്പിറ്റൽ കാര്യങ്ങളായിട്ടുള്ള വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ, കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കാം എല്ലാവരും. അപ്പോൾ എല്ലാവരും ഫാമിലിയിൽ നിന്ന് അപ്പുറം ഇപ്പുറം എല്ലാം വന്നുകൊണ്ട് പോയിക്കൊണ്ടുണ്ട്. ഒരു കുലുമാല തന്നെയാണ്. ആഷിക്കിൻ്റെ അനിയനും വൈഫും മരിയക്കളും അങ്ങനെ എല്ലാവരെല്ലാം വന്നിട്ടുണ്ടായിന്.
പിന്നെ ഈസമോൻ ഇതാ വൈറ്റ് ടീഷർട്ട് ഇട്ടിട്ട് നിലത്ത് തരയുന്നുണ്ട്. ഇവർക്കെല്ലാം ഇപ്പോൾ കണക്ക് തന്നെയാണ്. പക്ഷേ വൈറ്റ് ഇടുമ്പം പ്രത്യേക ഒരു രസമല്ലേ. എത്ര എടുക്കണ്ടെന്ന് വിചാരിച്ചു വൈറ്റ് എടുക്കും. അപ്പം ഇവരാണ് എൻ്റെ ഇക്കാക്കമാർ. ഉമ്മാക്ക് 4 ആങ്ങളമാരാണ്. അതിൽ നിന്ന് ഫസ്റ്റ് കാണുന്നത് മൂന്നാമത്തെ ആളും, പിന്നെ ഉള്ളത് ഫസ്റ്റ് വണ്ണും, പിന്നെ കാണുന്നത് ഏറ്റവും ലാസ്റ്റത്തും. രണ്ടാമത്തെ ആൾ ഉള്ളത് കുവൈറ്റിലാണ്. അപ്പോൾ പിന്നെന്ത് പെരുന്നാളായിട്ട് എല്ലാവരും സന്തോഷത്തോടെ അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് കഴിഞ്ഞ്. പിന്നെ ഞാനും പിള്ളേരെല്ലാം വൈകുന്നേരമാണ് ഇംതിയാസ് അവിടെ പോയിട്ടുണ്ടായത്. ഇവിടെ എത്താൻ തന്നെ ലേറ്റായി പോയി. അപ്പം അവിടെ അങ്ങോട്ടേക്ക് പോകാനും ലേറ്റായി. സാധാരണ ഇങ്ങനെയല്ലാണ് ഫാമിലിയിൽ, അടുത്തുള്ള ഫാമിലിയിലും നെയ്ബേഴ്സിലൊക്കെ പോലുണ്ട്. ഇപ്രാവശ്യം എനിക്ക് എവിടെയും കയറിക്കാനൊന്നും കഴിഞ്ഞിട്ടാണ്. പിന്നെ വ്ളോഗൊന്നും അങ്ങനെ എടുത്തിട്ടൊന്നും ഉണ്ടായിട്ടാ. ഞാനിങ്ങനെ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലെല്ലാം ഉണ്ടായിന്. ഇംതിയാസിൻ്റെ അടുത്ത് ഞാൻ വ്ളോഗൊന്നും എടുത്തിട്ടാ. ഇതാഴത്തിന് ശേഷം മക്കളെയും എല്ലാവരെയും നമ്മളും കുറച്ച് പിക്സ് എല്ലാം അപ്പാന്നിട്ട്. പിന്നെ വിശേഷ ദിവസങ്ങളിലെല്ലാം ഹസ്ബൻഡെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു നല്ലൊരു രസമില്ലോ. അതിൽ ഇംതിയാസ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിന്. അതുകൊണ്ട് എനിക്ക് നല്ല രസം ഉണ്ടായിന്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇംതിയാസിൻ്റെ ഇടയിൽ അന്ന് നിന്നിട്ടുണ്ടായത്. പിന്നെ ഞാൻ മോന് മദ്രസയിൽ പരീക്ഷയിലായതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ രാത്രി ഫുഡെല്ലാം കഴിക്കാൻ പോയി. അതിനുശേഷം ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് വോയിസ് ശരിയില്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടാണ്. ഇംതിയാസിൻ്റെ അടുത്ത് വിശേഷമെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടൊരു നോമ്പ് തുറ വീഡിയോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ കാര്യമായിട്ടൊന്നും എടുത്തിട്ട. ഇൻഷാ അല്ലാ അടുത്തത് ഇംതിയാസിൻ്റെ അടുത്തൊരു നോമ്പ് തുറൻ്റെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതിൽ ഞാൻ അടിപൊളി കുറച്ച് റെസിപ്പി എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ വോയിസിൻ്റെ എല്ലാം പ്രോബ്ലം കൊണ്ട് എനിക്ക് അപ്ലോഡ് ആക്കാനൊന്നും പറ്റിയിട്ട. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും കാണുന്നത് വരും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.